ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡിന്റെ കോണ്ടെക്സ്റ്റിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാണ്. എ ഫാമിലി ബ്രോട്ട് 5 കിലോ ഓഫ് ഷുഗർ ലാസ്റ്റ് വീക്ക്. എ ഫാമിലി ബോട്ട് 5 kilo of sugar at a price of ₹20 per kilo. അതേപോലെ അതേ സെന്റൻസ് ആണ്. ഫാമിലി ബോട്ട് 5 kilo of sugar ലാസ്റ്റ് വീക്ക് അറ്റ് എ പ്രൈസ് ഓഫ് ₹50 per kilo. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രൈസ് കൂടുമ്പോൾ നമുക്ക് എന്ത് കുറയും? ഡിമാൻഡ് കുറയും. പക്ഷെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ 5 കിലോ ഷുഗർ ലാസ്റ്റ് വീക്കിൽ വാങ്ങി എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രൈസോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് അല്ല. ദെൻ അടുത്ത നോക്ക്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ 5 കിലോ മേടിച്ച് 1 കിലോക്ക് 20 യൂണിറ്റ് ഉണ്ടായിരുന്നപ്പോൾ 5 കിലോ മേടിച്ച്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ, 1 കിലോക്ക് 50 യൂണിറ്റ് ഉണ്ടായിരുന്നപ്പോഴും 5 കിലോ മേടിച്ചു. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഡിമാൻഡ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് എന്തെന്ന് പറയുന്നത് 5 പ്രൈസ് കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയത്. അപ്പൊ പ്രൈസും ഡിമാൻഡ് തമ്മിലുള്ള ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഇവിടെയാണ് വർക്ക് ആവുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ബി ആണ്. ഫാമിലി ബോട്ട് 5 കിലോ ഷുഗർ അറ്റ് എ പ്രൈസ് ഓഫ് ₹20 per യൂണിറ്റ് അല്ലെങ്കിൽ 20 per kilo. അപ്പൊ കിലോയ്ക്ക് 20 രൂപയായിരുന്നപ്പോഴത്തേക്ക് 5 കിലോ വാങ്ങിയപ്പോൾ അതാണ് ഡിമാൻഡിന്റെ കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട്സ് ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നോക്കിയാണ്, ഇൻകം ഓഫ് ഇറ്റ്സ് ബയർ, ഇറ്റ്സ് പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പൊ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതാണ്? ഈ എല്ലാ ഘടകങ്ങളും വരും. ബയറിന്റെ ഇൻകം വരും, അതേപോലെ ഗുഡ്സിന്റെ പ്രൈസ് വരും, റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് വരും. അപ്പൊ ഇതെല്ലാം ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. ഓക്കെ, 14ാമത്തെ ഉത്തരം മാർക്ക് ചെയ്തേക്കുന്നത് ശരിയാണ്, ഡി. ഇപ്പൊ മാർക്ക് ചെയ്തേക്കുന്ന തെറ്റാണെങ്കിലാണ് ഞാൻ ഒന്നും കൂടെ മാർക്ക് ചെയ്തേക്കുന്നത്. ശരിയായിട്ട് മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ശരി തന്നെയാണ് കേട്ടോ. അത് പിന്നെ നോക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവലും കേട്ടോ. അത് മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കല്, ഡി ആണ് അതിന്റെ ഉത്തരം. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള എന്താന്ന് വെച്ചാല് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് ആയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. സപ്ലൈയുടെ ഡിറ്റർമിനൻസിന്റെ ആയ കുറച്ച് ഘടകങ്ങളുണ്ട്, അത് നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റിനും അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഏതാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. When the expenditure increased on a commodity does not change with change in one in its price, then its demand is. എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ഓൺ എ കമ്മോഡിറ്റി does not change with change in its price. ആ ഡിമാൻഡ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. അതിന്റെ ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തുവാണ്? യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, യൂണിറ്റ് ഇലാസ്റ്റിക്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഗൈഡിലുണ്ട്. നമ്മൾ അതിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ when the expenditure increases on a commodity does not change with change in its price, then its demand എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് ഇലാസ്റ്റിക്. ഈ യൂണിറ്റ് ഇലാസ്റ്റിക്കിന്റെ വാല്യൂ എത്രയാണ്? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് പാലിക്കാത്ത ഇതിലെ ഘടകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗിഫൻ ഗുഡ്സ് ആണോ, നെസസിറ്റീസ് ആണോ, സ്റ്റാറ്റസ് സിമ്പിൾസ് ഗുഡ്സ് ആണോ, ഓൾ ഓഫ് ദി. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്? ഗിഫൻ ഗുഡ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട്. ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കോൺട്രവേഴ്സി ആയിട്ടാണ് ആ ഒരു ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഗിഫൻ ഗുഡ്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എന്താണ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ഡിമാൻഡ് കൂടുകയാണെങ്കിൽ പ്രൈസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. പ്രൈസ് കൂടിയ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഡിമാൻഡ് കൊടുത്തില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. പ്രൈസ് കൂടുമ്പോൾ എന്ത് കൂടും? ഡിമാൻഡ് കൂടും. അപ്പൊ ഈ ഗിഫൻ ഗുഡ്സിന്റെ ഈ ഒരു തിയറി ആരാണ് കൊണ്ടുവന്നതെന്നും കൂടെ നിങ്ങളൊന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസംഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് അസംഷൻ ഏതെന്നാണ് ചോദിച്ചത്. നോക്കിയാണ്, ഇൻകം ഓഫ് ഇറ്റ്സ് ബയർ ഡസ് നോട്ട് ചേഞ്ച്. ഇൻകം ഓഫ് ദ ബയർ ചേഞ്ച് ചെയ്യുന്നില്ല, അതിന്റെ ഇൻകം ചേഞ്ച് ചെയ്യുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഡു നോട്ട് ചേഞ്ച്. പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് ഡു നോട്ട് ചേഞ്ച്. ഇതിന്റെ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബവ് ആണ്. എന്ന് വെച്ചാൽ ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസും ഡിമാൻഡും ആണ് വരുന്നത്. അപ്പൊ പ്രൈസും ഡിമാൻഡും മാത്രമേ വേരിയേഷൻ നമുക്ക് പറയാൻ പറ്റൂ. ബാക്കിയെല്ലാം ഫിക്സഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റൂ. അപ്പൊ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണോ നോക്കണം. നോട്ട് ചേഞ്ച്, നോട്ട് ചേഞ്ച്, നോട്ട് ചേഞ്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഓഫ് ദി എബവ് ആണെന്ന് പറയാം. Then അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ദ സപ്ലൈ ഓഫ് എ ഗുഡ്. സപ്ലൈ ഓഫ് എ ഗുഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതിൽ ഏതൊക്കെയെന്ന് നോക്കിയേ. ആദ്യം തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നമുക്ക് ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം, അല്ലെങ്കിൽ ഓർ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ കൺഫ്യൂസിങ് ആവുന്ന ചില ക്വസ്റ്റ്യൻസിൽ അവർ ഓൾറെഡി
ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ അറിയാവുന്നതെന്ന് നോക്കിയിട്ട് അത് മാത്രം എഴുതുക. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ദ സപ്ലൈ ഓഫ് ഗുഡ്സ്? സപ്ലൈ ഓഫ് ഗുഡ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരുന്നു. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണോ, പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ് ആണോ, ടാക്സേഷൻ പോളിസി ഓഫ് ഗവൺമെന്റ് ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 17ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പൊ ടാക്സേഷൻ പോളിസി അല്ല, ഓൾ ഓഫ് ദി എബവ് ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ ചോദിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ടെക്നോളജി, യൂണിറ്റ്, ടാക്സ്, അങ്ങനെ ഒരു 3-4 ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിരിക്കുക. നേരത്തെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനിൽ ഈ സപ്ലൈയുടെ ഘടകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സപ്ലൈയുടെ ഘടകങ്ങളും ഡിമാൻഡ് ഘടകങ്ങളും ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ അതിൽ തന്നെയുള്ള ഒരു ഓർ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് സപ്ലൈ കർവ് ഓഫ് എ കമ്മോഡിറ്റി? കമ്മോഡിറ്റിയുടെ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്, ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു OX ആക്സിസ്, ഇറ്റ് ഈസ് പാരലൽ ടു OY ആക്സിസ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം സപ്ലൈ കർവിന്റെ സ്ലോപ്പ് എന്താണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ്, അല്ലെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് എന്തെന്ന് പറയുന്നത് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. എന്നാൽ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവും SS എന്ന് പറയുന്ന സപ്ലൈ കർവ്. അപ്പൊ രണ്ടിന്റെ സ്ലോപ്പ് നോക്കണം. ഇതാണ് പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറയുന്നത്. പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, 1 കൂടുമ്പോൾ ഇപ്പൊ പ്രൈസ് ഫസ്റ്റത്തെ പ്രൈസ് ഇതായിരുന്നു, പ്രൈസ് P1 ആയിട്ട് കൂടിയപ്പോഴത്തേക്കും ക്വാണ്ടിറ്റി സപ്ലൈഡ് Q എന്നുള്ളത് Q1 ആയിട്ട് കൂടി. ഓക്കെ, അതേസമയം ഡിമാൻഡ് നെഗറ്റീവ് സ്ലോപ്പ് ആവാൻ കാരണം നോക്കിയേ, പ്രൈസ് ക്വാണ്ടിറ്റി ഫസ്റ്റത്തെ പ്രൈസിന് നമുക്ക് OP പ്രൈസിന് OQ ക്വാണ്ടിറ്റീസ് ആണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പ്രൈസ് P1 ആയിട്ട് പ്രൈസ് കുറഞ്ഞു. P1 ആയിട്ട് പ്രൈസ് കുറഞ്ഞപ്പോഴത്തേക്കും ക്വാണ്ടിറ്റി എന്തായി, OQ1 ആയിട്ട് ക്വാണ്ടിറ്റി കൂടും. അപ്പൊ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അപ്പൊ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് സ്ലോപ്പും സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് സ്ലോപ്പുമാണ്. അപ്പൊ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് ധാരാളം സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് സ്ലോപ്പാണ്. അതേസമയം മാർക്കറ്റിലെ ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ ആസ് എ കൺസ്യൂമർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാധനത്തിന്റെ പോയി നമ്മൾ ബൈ ചെയ്യുന്നത് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രൈസ് കൂടുമ്പോഴത്തേക്കും കുറയും, പ്രൈസ് കുറയുമ്പോൾ കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് സപ്ലൈ കർവ്? സപ്ലൈ കർവിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്പ്. അപ്പൊ സപ്ലൈ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 18ാമത്തെ മാർജിനൽ കോസ്റ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. മാർജിനൽ കോസ്റ്റിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. ഏതാണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് n യൂണിറ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് n-1 യൂണിറ്റ്. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ AC എന്താണ്, AVC, TFC, TC ഇതെല്ലാം പഠിക്കാനുള്ള ഇക്വേഷൻസ് നല്ലതുപോലെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ചോദിച്ച ഏതാണ്, MC ആണ്. MC ഈസ് ഈക്വൽ ടു n-1. നമ്മൾ TC n-1 എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ MC നമ്മൾ TCയുടെ വാല്യൂ തരും, ടോട്ടൽ കോസ്റ്റിന്റെ വാല്യൂ തരും. അപ്പൊ തൊട്ട് താഴത്തെ വിലയിൽ നിന്ന് തൊട്ട് മുകളിലത്തെ വില കുറച്ചാണ് നമ്മൾ എന്തിൽ എഴുതുന്നത്, MC എഴുതുന്നത്. അപ്പൊ ഫസ്റ്റത്തേല് വില മുകളിൽ കുറയ്ക്കാനൊന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റത്തേലെല്ലാം ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും. ബാക്കിയെല്ലാം തൊട്ട് താഴത്തെ സംഖ്യ തൊട്ട് മുകളിലത്തെ സംഖ്യ കുറച്ച് എഴുതും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കാനുള്ള എന്താണ്, MC എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് വെച്ചാൽ TC. ടോട്ടൽ കോസ്റ്റ് എന്താണ്, TC ആണ്. TC n-1 എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള ടോട്ടൽ കോസ്റ്റും തൊട്ട് മുകളിലുള്ളത് കുറച്ച് എഴുതണം. ഓക്കെ, അപ്പൊ TC ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ളത് TCയുടെ ഇക്വേഷൻ എന്താണ്, TFCയുടെ ഇക്വേഷൻ എന്താണ്, TVCയുടെ ഇക്വേഷൻ എന്താണ്, AVC, AFC ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. TC എന്ന് വെച്ചാൽ എന്തുവാണ്, TFC പ്ലസ് TVC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടെ കൂട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, TC എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് TFCനെ എടുക്കാം. TFC എന്ന് പറയുന്നത് TC മൈനസ് എന്താണ്, TVC ആണ്. അതേപോലെ TVCനെ എടുത്താൽ എന്താണ്, TC മൈനസ് TFC ആണ് എന്തെന്ന് പറയുന്നത്, TVC എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ എല്ലാം നല്ലതുപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോസസ് ഇൻക്രീസ് ഇൻ സപ്ലൈ ഓഫ് ദ ഗുഡ്?
സപ്ലൈ ഓഫ് ദ ഗുഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട് ആണോ, ഇൻക്രീസ് ഇൻ ടാക്സ് ആണോ, റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പൊ അത് എത്ര സ്ഥലത്ത് വന്നെന്ന് നോക്കിയാണ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ ഫാക്ടർ. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പഠിച്ചാൽ 1 വേർഡ് ഇപ്പൊ തന്നെ ഒരു 3-4 1 വേർഡ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു പോർഷൻ പഠിച്ചാൽ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 19 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോസസ് ഇൻക്രീസ് ഇൻ സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യാൻ കാരണം ഇതിൽ ഏത് ഫാക്ടർ ആണ്? ഏതാണ്? ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട്. ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട് ആണ് അതിന് കാരണം. ഓക്കെ, അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസംഷൻ ഓഫ് ലോ ഓഫ് സപ്ലൈ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസംഷൻ ഓഫ് ലോ ഓഫ് സപ്ലൈ? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഡു നോട്ട് ചേഞ്ച്. പ്രൈസ് ഓഫ് ഇൻപുട്ട് do not change. No change in taxation policy. All of the above.